ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ എന്താണ് ഗുണം? ഇത് പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് ഹ്യൂമാനിറ്റീസ് പഠിച്ച പിള്ളേർ തന്നെയാണ്. കാരണം സിവിൽ സർവീസ്, IPS, രാഷ്ട്രീയം, ഹിസ്റ്ററി ഇതെല്ലാം പഠിക്കണം നമുക്ക് ഹ്യൂമാനിറ്റീസ് തന്നെയാണ് നല്ലത്. ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ നിരവധി ബുദ്ധിജീവികളും പുസ്തകം എഴുതുന്നവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെയിൻ സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഹ്യൂമാനിറ്റീസിനോട് ഇത്രത്തോളം പുച്ഛമുള്ള ഒരു ആൾക്കാരുള്ളത്. കാരണം ഫുൾ A+ കിട്ടിയ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തെന്നൊക്കെ നമ്മുടെ നാട്ടുകാരറിഞ്ഞാൽ അവരുടെ മുഖത്ത് ഒരു പുച്ഛഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സങ്കടമാണ്. യഥാർത്ഥത്തിൽ ഹ്യൂമാനിറ്റീസ് ആണ് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ വ്യക്തിത്വവും രാഷ്ട്രബോധവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും നല്ല കോഴ്സ്. നമ്മൾ എന്നുള്ള വ്യക്തി ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുന്ന ആർക്കും ഇന്ത്യയിൽ നല്ലൊരു ജോലി ചെയ്യുകയും ഇന്ത്യയെ മാറ്റാനും സഹായിക്കുന്ന ഒരു വലിയൊരു പ്രാപ്തി തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ മാതാപിതാക്കളും സമൂഹവും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പിള്ളേരുടെ ഒരു പുച്ഛഭാവവും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് നന്നായി പഠിക്കാത്ത കുട്ടികൾ എടുക്കുന്ന ഒരു കോഴ്സാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ നെടുന്തുണ്ടാകേണ്ടത് ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾ തന്നെയാണ്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുന്ന ഏതൊരു കുട്ടിയും IAS, IPS അതുപോലെ തന്നെ സിവിൽ സർവീസിൽ പോലുള്ള മറ്റു കോഴ്സുകളും അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് പോലുള്ള സാമ്പത്തികപരമായ കാര്യങ്ങളിലും അവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഇവരാണ് ഇന്ത്യയുടെ നെടുന്തുണ്ടാകേണ്ടവർ. അവരുടെ ഓരോ പഠന വിഷയങ്ങളാണ് ഇനി ഇന്ത്യ നിയന്ത്രിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഇനി +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് കോഴ്സുകളാണ്. അതിൽ ആദ്യം തന്നെ ഏതെങ്കിലും നല്ലൊരു ഡിഗ്രി കോഴ്സ് എടുത്തതിന് ശേഷം IAS, IPS പോലുള്ള വലിയ സിവിൽ സർവീസ് ഓഫീസ് പരീക്ഷ എഴുതുന്നതായിരിക്കും നിങ്ങളുടെ നല്ലത്. കാരണം നല്ലപോലെ പഠിച്ച് അധ്വാനിച്ചവർക്ക് മാത്രമേ ഈ ഒരു മത്സര പരീക്ഷകൾ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ഹ്യൂമാനിറ്റീസ് പഠിച്ച ഏത് കുട്ടികൾക്കും ആർട്സ് വിഷയങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഗ്രിയിൽ BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിന്ദി, അങ്ങനെ വ്യത്യസ്തങ്ങളായ പല സ്ട്രീമുകളുമുണ്ട്. നിങ്ങൾക്ക് ഏതിലാണോ അഭിരുചിയുള്ളതെന്ന് മനസ്സിലാക്കി ഡിഗ്രി കോഴ്സുകൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് IAS, സിവിൽ സർവീസ് കോഴ്സുകളിൽ അപ്ലൈ ചെയ്യുകയും അവിടെ നിന്നും പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോലികൾ നേടാൻ സാധിക്കുന്നുണ്ട്. ഡിഗ്രി എടുത്തതിനു ശേഷം PG പോലുള്ള മാസ്റ്റേഴ്സ് കോഴ്സും കൂടെ എടുത്തതിനു ശേഷം നമുക്ക് ഗവൺമെന്റ് ജോലികളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് നല്ല മുൻഗണന ലഭിക്കും. കാരണം ജനറൽ നോളജിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഹ്യൂമാനിറ്റീസിൽ അടങ്ങിയിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചത് എന്തുകൊണ്ടും ഗവൺമെന്റ് ജോലി അടക്കമുള്ളവ കിട്ടാൻ നിങ്ങളെ നന്നായി സഹായിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ പുച്ഛിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം സാമ്പത്തിക ശാസ്ത്രവും പൊളിറ്റിക്സും ഹിസ്റ്ററിയും എല്ലാം പഠിച്ചിറങ്ങുന്ന ബുദ്ധിജീവികളാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെല്ലാം. അവരെ ഇങ്ങനെ തളർത്താനുള്ളതൊന്നും പാടുള്ളതല്ല. ഹ്യൂമാനിറ്റീസ് എന്തുകൊണ്ടും നമ്മുടെ ഇന്ത്യക്ക് ഇനിയും നല്ലതാവുന്നു എന്നുള്ളത് തീർച്ചയാണ്.